ഞാൻ സ്നേഹത്തോടെ തയ്യാറാക്കിയത് ദൈവകൃപയാൽ നയിക്കപ്പെട്ടത് എന്റെ അടുക്കളയിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. തേങ്ങ വറുത്തരച്ച കടലക്കറി എങ്ങനെയാണ് മാഗിയുടെ മിൽക്ക് പൗഡർ കൊണ്ടുണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ കടല നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഇതുപോലെ നല്ലപോലെ വേകണം കേട്ടോ. നന്നായിട്ട് വെന്ത കടലയാണ്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് മൂത്ത് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും 1 കഷ്ണം വെളുത്തുള്ളിയും ചേർക്കുക. ഇത് നന്നായിട്ട് മൂക്കട്ടെ. ഓക്കെ, മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്, നമ്മൾ വറുത്തരച്ച കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് നമുക്ക് തേങ്ങയൊക്കെ വറുത്തരച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാഗിയുടെ മിൽക്ക് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമുക്ക് എണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പൊ ഇതൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരട്ടണം. ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നല്ല മൂത്ത കളറായി വരും. അപ്പോഴേക്കും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. മസാലയൊന്നും കരിഞ്ഞു പോകാതെ കൊണ്ട് ശ്രദ്ധിക്കണം. മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. തിളപ്പിച്ച വെള്ളം നന്നായിട്ട് ചേർത്ത് തിളയ്ക്കുമ്പോഴേക്കും, പിന്നെ ഒന്നുകൂടെ തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയിൽ കിടന്നിട്ട് ഈ കടല ഒന്നും കൂടെ നന്നായിട്ട് തിളയ്ക്കണം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്.